നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SIT ജീപ്പിലേക്ക് കയറ്റുന്നതിന് മുൻപേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാധ്യമങ്ങൾ കയറി വളയുന്നു. നിരവധി ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു: എന്നെ കുടുക്കിയതാണ് എന്ന്. മറ്റെന്തൊക്കെയോ പറയാൻ വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ഒരക്ഷരം പ്രതികരിക്കാതെ ജീപ്പിലേക്ക് കയറുകയായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലതും വിളിച്ചു പറയാനുണ്ട്, പല പേരുകളും പുറത്തേക്ക് വരാനുണ്ട്. നാവിൻ തുമ്പിൽ തന്നെ ഇരിപ്പുണ്ട് ആ പേരുകൾ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പേരുകൾ പുറത്തു പറയുമോ? അതാണ് ചോദ്യം. ശിവശങ്കറിന്റെ ഗതി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വരാൻ പോകുന്നത് എന്നാണ് ഒരു കോണിൽ നിന്ന് ചില വാദങ്ങൾ ഉയർന്നു വരുന്നത്. ശരിയായിരിക്കാം. കാരണം എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംരക്ഷിച്ചുകൊണ്ടായിരുന്നല്ലോ ശിവശങ്കരൻ ജയിലിൽ കിടന്നത്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പലതും മറച്ചു വെക്കാൻ സാധ്യതയുണ്ട്. പുറത്തേക്ക് പറയാനുള്ള പേരുകൾ വമ്പന്മാരുടേതാണ്. ആർക്കാണെങ്കിലും ജീവനിൽ കൊതിയുണ്ടാകുമല്ലോ. അകത്തിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇനി തീർക്കാനും സാധ്യതയേറെയാണ് എന്നാണ് ചില കമന്റുകളും പോസ്റ്റുകളും ഒക്കെ വരുന്നത്. ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉള്ളത്. അതിന് പിന്നിൽ പല തലകളുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഇടനിലക്കാരൻ മാത്രമാണ്. അത് കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോ സ്വർണത്തോളം കൈക്കലാക്കിയെന്നാണ് വിവരങ്ങൾ. ഈ സ്വർണം മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എടുത്തത്, പലർക്കും വീതം വെച്ചു കൊടുത്തിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് പലതും കളവ് പോയിട്ടുണ്ട്. അതെല്ലാം പല ഉന്നതരിലേക്കും എത്തിയെന്നാണ് ആരോപണങ്ങൾ ശക്തമാകുന്നത്. കടകംപള്ളി സുരേന്ദ്രന് ഇതിൽ എന്തൊക്കെയോ പങ്കുണ്ടെന്നും ശബരിമലയിൽ കൊള്ള നടന്നതിൽ മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളിക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള ഒരു ആരോപണവും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ കടകംപള്ളിക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ ഉറപ്പായും CPM ഏതറ്റം വരെയും പോകും. കടകംപള്ളി കുടുങ്ങാതിരിക്കുന്നതിന് വേണ്ടി. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടതിൽ CPMലെ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും പാർട്ടിക്ക്. അതുകൊണ്ട് കടകംപള്ളിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ CPM തുടങ്ങി എന്നുള്ള ചില വാദങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കടകംപള്ളിയെ AKG സെന്ററിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നതാണ്. ഇതിലൊന്നിലും സ്ഥിരീകരണമില്ലെങ്കിലും CPMന് ഇരിക്കപ്പുറതി ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് മറയ്ക്കാൻ എന്തൊക്കെയോ ഉള്ളതുകൊണ്ട് വേവലാതി തുടങ്ങിയിട്ടുണ്ട്. മുരാരി ബാബുവും ദേവസ്വം മുൻ കമ്മീഷണറായിരുന്ന വാസുവും ഒക്കെ ഇതിൽ പ്രതിസ്ഥാനത്തുള്ളവരാണ്. അവരൊക്കെയും ഇടനിലക്കാർ മാത്രമാണ്. അതായത് ഈ ശബരിമല സ്വർണം കട്ടതിൽ ഇവർക്കും മുകളിൽ ചില ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വിശ്വാസികളും തറപ്പിച്ചു പറയുന്നത്. സർക്കാരിലേക്ക് തന്നെയാണ് ഇപ്പോൾ സംശയ നിഴൽ നീളുന്നത്. അങ്ങനെ വീണ്ടും ശബരിമല പിണറായി സർക്കാരിനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ്. എന്തായാലും ഇനിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഭയക്കേണ്ടത്. അകത്തുള്ളത് കൊണ്ട് താനങ്ങ് രക്ഷപ്പെട്ടു എന്ന് ഉണ്ണികൃഷ്ണൻ കരുതണ്ട. കാരണം അകത്തിട്ട് തീർക്കാനും പല നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കരുവാക്കി സ്വർണം തട്ടിയെടുക്കാൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായിട്ടാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ള പരാമർശം. പാളികളിലെ സ്വർണം തട്ടിയെടുക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായും 2 മുതൽ 10 വരെ പ്രതികൾക്ക് അന്യായമായ ലാഭമുണ്ടാക്കാൻ പോറ്റി ഇടപെട്ടു എന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് പോറ്റി ഇടപെട്ടു എന്നാണ്, എല്ലാം ചെയ്തത് പോറ്റിയാണ് എന്നല്ല. അപ്പോൾ ആർക്കൊക്കെ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനില നിന്നത്? ആ പേരുകളാണ് പുറത്തേക്ക് വരാനുള്ളത്. മുരാരി ബാബു, സുധീഷ് കുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് പോറ്റി ഒത്താശ ചെയ്തതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കുന്ന മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മാത്രമേ പല പേരുകളും പുറത്തേക്ക് വന്നിട്ടുള്ളൂ. എന്നാൽ അതിനപ്പുറത്തേക്ക് ചില പേരുകൾ പുറത്തു വരാനുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം. ഞാൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് സന്നിധാനത്ത് വന്നപ്പോൾ മുതൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങി. അതിൽ ഉദ്യോഗസ്ഥരടക്കം വലിയ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാണ് പോറ്റിയുടെ മൊഴി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ നഷ്ടവും തങ്ങൾക്ക് അന്യായമായ ലാഭവും ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയുമാണ് ഈ വിശ്വാസ വഞ്ചന നടത്തിയത്. സ്വർണം തട്ടിയെടുത്ത് ലാഭം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചത് എന്ന ഗുരുതരമായ ആരോപണം റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ മുൻപ് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയുടെ പേര് ഞാൻ എവിടെയും കേട്ടിട്ടില്ല എന്ന്.
അതെങ്ങനെയാണ് വാസു കേൾക്കാതെ ഇരിക്കുന്നത്? കാരണം നിങ്ങളുടെ കാലയളവിലാണ് സ്വർണ്ണപ്പാളി ഊരിയെടുത്ത് കൊണ്ടുപോകുന്നത്. പിന്നീടാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി പൂശുന്നത്, സ്വർണം പൂശുന്നതൊക്കെ. എന്നാൽ അപ്പോഴും തനിക്ക് ഈ കമ്പനിയുടെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല എന്ന് വാസു പറയുന്നിടത്ത് തന്നെ വലിയ കള്ളമുണ്ട്. ദേവസ്വം കമ്മീഷണറായിരുന്ന നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ല എന്ന് പറഞ്ഞു വെക്കരുത്. വാസു CPMന്റെ ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള ആളാണ്. ഇത് മാത്രമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വലിയൊരു കള്ളത്തരം വാസു കാണിച്ചത് പുറത്തു വന്നിട്ടുണ്ട്. അതായത് സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കുമ്പോൾ അതിൽ സ്വർണം പൂശിയത് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വാസു അതിൽ എഴുതി ചേർത്തത്, അതായത് റെക്കോർഡ് ബുക്കിൽ എഴുതി ചേർത്തത്, ആ കത്തിൽ എഴുതി കൊടുത്തതും ചെമ്പ് എന്നായിരുന്നു. സ്വർണം എന്ന് എഴുതി ചേർത്തതയില്ല. അതായത് സ്വർണം പൂശിയ പാളുകൾ എടുത്തു മാറ്റിയിട്ട് ചെമ്പ് എന്നാണ് വാസു എഴുതി ചേർത്തത്. അതെന്തിനു വേണ്ടിയായിരുന്നു? ഇതിനെല്ലാം കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ബഹ്റൈനിൽ വിദേശ പര്യടനത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ തീയാളുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പലതും വാതുറന്ന് പറഞ്ഞതോടുകൂടി CPMന്റെ അടപ്പ് തെറിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി മിക്കവാറും വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയില്ല. കാരണം മടങ്ങി എത്തിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയാനില്ലാത്തത് കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി നിന്ന് ഉരുകുകയാണ്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മറ്റ് മന്ത്രിമാരും CPMന്റെ നേതാക്കളുമാണ് അടപടലം പെട്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ എന്ത് ന്യായീകരണ ക്യാപ്സൂൾ ഇനി ഇറക്കണം എന്നുള്ളതാണ് CPM നേതാക്കളെ വലയ്ക്കുന്നത്. ഇതിനോടകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരോ ഇറക്കിയതാണ്, ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നൊക്കെയുള്ള ന്യായീകരണ ക്യാപ്സൂളുകളായിരുന്നു CPM ഇറക്കിയത്. എന്നാൽ അതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായി ചില പേരുകളും അതുപോലെ തന്നെ കൊള്ള നടന്നു എന്നുള്ളതിന്റെ വിവരങ്ങളും പുറത്തേക്ക് വിട്ടിട്ടുണ്ട്, മൊഴി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ഥിതിക്ക് ഇനിയും അവിടെ ശബരിമലയിൽ തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് CPM പ്രചരിപ്പിച്ചാൽ ജനങ്ങൾ വടിയെടുത്തടിക്കുന്നത് അത്ര വിദൂരമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി വാ തുറക്കരുത്. അതാണ് CPMന്റെയും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആവശ്യം. കാരണം ദേവസ്വം ബോർഡ് അടപടലം പെട്ടിരിക്കുകയാണ്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പല ചോദ്യങ്ങളും ദേവസ്വം ബോർഡിന് നേരെ ഉയർത്തിയിരുന്നു. അപ്പോഴൊക്കെയും ഇത് ദേവസ്വം ബോർഡ് അറിയാതെ മറ്റാരൊക്കെയോ നടത്തിയ കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞൊപ്പിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ്. എന്നാൽ ഇന്നിപ്പോൾ കൃത്യമായി പുറത്തേക്ക് വന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് എന്ന്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ പോയി തലകുനിച്ച് നിൽക്കേണ്ടി വരും. ഹൈക്കോടതി എടുത്തിട്ട് കുടയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി CPMന് മുന്നിലുള്ള ഒരേ ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വാ തുറക്കരുത് എന്നുള്ളതാണ്. ഒരു പേരുകളും ഇനി പുറത്തേക്ക് പറയരുത് എന്നുള്ളതാണ്. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അകത്തിട്ട് തീർക്കുമോ എന്ന് എല്ലാവരും സംശയിക്കുന്നത്. കാരണം മുൻപ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ സ്വപ്നയെ ജയിലിലാക്കിയപ്പോൾ സ്വപ്നയെ അകത്തിട്ട് തീർക്കാനുള്ള നീക്കങ്ങൾ വരെ നടന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തിട്ടൂരം വീണിട്ടുണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കടകംപള്ളിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. കടകംപള്ളി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ CPMനെ ജനങ്ങൾ കയറി അടിക്കും. AKG സെന്ററിൽ കയറി ജനങ്ങൾ പൊട്ടിക്കുന്നത് ഇനി അധികം നാൾ വരില്ല. എന്തായാലും കടകംപള്ളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങൾ CPM തുടങ്ങി എന്നുള്ള ചില ആക്ഷേപങ്ങളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയം ഒരു കീറാമുട്ടിയായി സർക്കാരിന് മുന്നിൽ മാറിയിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ മറികടക്കണമെന്ന് സർക്കാരിന് അറിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ആയിരുന്നു ശബരിമലയിലെ അന്വേഷണം നടത്തുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തിരിമറി അട്ടിമറി നടത്താമായിരുന്നു. പക്ഷെ ഇവിടെ ഹൈക്കോടതി ഉത്തരവിട്ടതിനനുസരിച്ച് SIT ആണ് അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് സർക്കാരിന് ഇതിലധികം തലയിടാൻ കഴിയില്ല. ജനങ്ങളുടെയും പ്രത്യേകിച്ച് വിശ്വാസികളുടെയും വലിയൊരു ആശ്വാസം ഈ വിഷയത്തിൽ ഹൈക്കോടതി നേരിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ എന്തൊക്കെ പൊട്ടിത്തെറികളാണ് ഉണ്ടാകാൻ പോകുന്നത്? CPMന് AKG സെന്ററിൽ ഒരു തരത്തിലും സമാധാനമില്ലാത്ത അവസ്ഥ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.